ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്ത കാൽനട യാത്രക്കാരിൽ നിന്ന് പിഴ ഈടാക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ. പണി. ട്രാഫിക് ലംഘനം നടത്തുന്ന കാൽനട യാത്രക്കാരെ കണ്ടെത്തി പിഴ ഈടാക്കാൻ നിയമനിർമ്മാണം ആവശ്യമാണ്. നിലവിലെ നിയമം അപര്യാപ്തമാണെന്നും റോഡ് യൂസേഴ്സ് ആക്ട് കൊണ്ടുവരണമെന്നും നാഗരാജു റിപ്പോർട്ടറിനോട് പറഞ്ഞു. കാൽനട യാത്രക്കാരും ട്രാഫിക് നിയമം പാലിക്കണമെന്ന റിപ്പോർട്ടർ വാർത്തയിലാണ് ഗതാഗത കമ്മീഷണറുടെ പ്രതികരണം. നാട്ടുകാർ നമ്മളെ ബുദ്ധിമുട്ടിക്കുമെന്നൊരു ചോദ്യമുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം നാഗരാജുവിൻ്റെ. ശരിക്കും ഇപ്പോൾ നമ്മൾ ഫൈൻ ഈടാക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം. അപ്പോൾ ആക്ടിൽ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ടാണ്. ശരിക്കും നമുക്ക് വേണ്ടത് ഒരു റോഡ് യൂസേഴ്സ് ആക്ട്. അപ്പോൾ അത് ഏതാ തരം റോഡ് യൂസർ ആണെങ്കിലും പെഡസ്ട്രിയൻ ഓർ എനി വെഹിക്കിൾ ഓർ സൈക്ലിസ്റ്റ്, ദേ ഷുഡ് സൈക്കിൾ ഈസ് നോട്ട് എ മോട്ടോർ വെഹിക്കിൾ. സോ ഇഫ് സൈക്ലിസ്റ്റ് ഈസ് നെഗ്ലിജൻറ്റ് ഹി ഷുഡ് ഓൾസോ ബി അക്യൂസ്ഡ്. സോ ദർ ഹാസ് ടു ബി എ പെനാൽറ്റി സിസ്റ്റം ഫോർ ദാറ്റ്. റോഡ് യൂസേഴ്സ് ആക്ട് എന്ന ഒരു ആക്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലെ കൂടെ നമുക്കൊരു പെനാൽറ്റി സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പം അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണക്കാർ ആരാണെന്ന് അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ സമയത്ത് നമ്മുടെ വലിയ വണ്ടി തന്നെ കുറ്റം ചെയ്തു, അല്ലെങ്കിൽ വാഹനം തന്നെയാണ് കുറ്റക്കാരൻ, വാഹന ഡ്രൈവർ തന്നെ കുറ്റക്കാരൻ അങ്ങനെ പറയാൻ സാധ്യത ഇല്ല. പെഡസ്ട്രിയൻ ആണ് തെറ്റ് ചെയ്തതാണെങ്കിൽ വെഹിക്കിൾ ഡ്രൈവറുടെ എതിരെ കേസില്ല. ശരിക്കും ഒരു പെഡസ്ട്രിയൻ വന്ന് ഒരു ബസ് തെറ്റിച്ച് ആ ബസ് മറിഞ്ഞ് അവിടെ അതിലെ ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിലെ പെഡസ്ട്രിയനാണ് അക്യൂസ്ഡ്. സോ ഇൻ ലോ ആരാണ് അക്യൂസ്ഡ് എന്ന് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻവെസ്റ്റിഗേഷൻ. എന്തായാലും കാൽനട യാത്രക്കാർ ജാഗ്രത. ഇടതോരം ചേർന്ന് പോകേണ്ടിടങ്ങളിൽ ഇടതോരം ചേർന്ന് തന്നെ പോകണം. സീബ്ര ലൈനുകൾ കണ്ടാൽ ഒന്ന് നിൽക്കണം, ഇടത്തോട്ടും വലത്തോട്ടും നോക്കണം. ഇല്ലാതെ പോയി എന്തെങ്കിലും അപകടമുണ്ടായാലും ഇല്ലെങ്കിലും പിഴയടയ്ക്കാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. അഷിൻഡിയാഗോ ചേരുന്നു. അഷിൻഡിയാഗോ, കാൽനട യാത്രക്കാർ ജാഗ്രത. അതെ, ഇനി റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനി അവർ തന്നിഷ്ടപ്രകാരം നടക്കുകയാണെങ്കിൽ ഉറപ്പായും പിഴ വീട്ടിലെത്തും എന്നുള്ളതാണ്. അതിനുവേണ്ടി നിയമനിർമ്മാണത്തിന് വരെ ലൈൻ കീപ്പ് ചെയ്യണം. അതെ, ലൈൻ കീപ്പ് ചെയ്യണം. ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട്. അതായത് ചില ആളുകൾ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യും, ധൃതി റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി അശ്രദ്ധമായ റോഡ് പെട്ടെന്ന് ക്രോസ് ചെയ്യും. സ്വാഭാവികമായും അപകടങ്ങൾ കൂടുന്നുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു കണക്ക് നമ്മളെ കാണിച്ചു തന്നു. അതായത് അശ്രദ്ധമായ റോഡ് ക്രോസ് ചെയ്യുന്നവർ അവർ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി വലിയ രീതിയിൽ ഒരു വളർച്ചയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു നിയമനിർമ്മാണം കൊണ്ടുവന്ന് ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്ന കാൽനട യാത്രക്കാർ, അതുപോലെ തന്നെ സൈക്കിൾ യാത്രക്കാരിൽ നിന്നും പിഴ ഈടാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി നിയമനിർമ്മാണം ആവശ്യമാണ്. നിലവിലിപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ് മോട്ടോർ വെഹിക്കിളിൽ നിന്നും നമ്മൾ പിഴ ഈടാക്കുന്നത്. പക്ഷേ പെഡസ്ട്രിയൻസിൽ നിന്ന് പിഴ ഈടാക്കുന്നതിന് റോഡ് യൂസേഴ്സ് ആക്ട്, റോഡ് ആരുപയോഗിക്കുന്നു അവരിൽ നിന്നും അവർ ഈ നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അവരിൽ നിന്ന് പിഴ ഈടാക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഭേദഗതികൾ വരുത്തണം. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത മന്ത്രിയെ സമീപിക്കും. ഗതാഗത മന്ത്രി അത് ബില്ലായി തന്നെ അവതരിപ്പിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം വരുത്തേണ്ടതാണെന്ന് അറിയാമോ? റോഡ് നിയമങ്ങൾ പാഠപുസ്തകമാക്കണം. ഒന്നിനും പഠിക്കുന്നില്ല നമ്മൾ. പക്ഷേ ഇനി നിയമം ആയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ആകെയുള്ള 50 രൂപയ്ക്ക് മത്തി വാങ്ങാൻ വേണ്ടി ചന്തയിൽ പോകും. തിരിച്ചു വരുമ്പോൾ മത്തിയും കാണത്തില്ല, 450 രൂപയും കൂടെ പോകും. എന്ത് പറ്റി? ഞാനൊന്ന് ട്രാഫിക് നിയമം ലംഘിച്ചു. ആളുകളൊക്കെ പോകുന്ന കണ്ടാൽ ഇങ്ങനെ പിഴ ഈടാക്കാൻ തോന്നും. അതെ, പക്ഷേ ബ്യൂറേഴ്സിലൊക്കെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അവരൊരു ഇതുമില്ല. സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. കയറിയിട്ട് ഇറങ്ങുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ നിർബന്ധമില്ല.